കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ദശകങ്ങളായി മലയാളിയുടെ വെള്ളിത്തിരയിൽ വിസ്മയമായ മോഹൻലാലും ഒരുമിച്ച് സ്ക്രീനിൽ എത്തുന്നു എന്ന വാർത്ത കേരളക്കരയെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ഇരുവർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രത്യേക അഭിമുഖത്തിന്റെ 1.15 മിനിറ്റ് ദൈർഘ്യമുള്ള ടീസർ പുറത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. കേവലം ഒരു സിനിമാ താരവും രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള സംഭാഷണം എന്നതിലുപരി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം ക്ലിഫ് ഹൗസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അഭിമുഖം ചിത്രീകരിച്ചിരിക്കുന്നത്. മോഹൻലാൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ക്ലിഫ് ഹൗസിലേക്ക് വന്നിറങ്ങുന്ന ദൃശ്യത്തോടെയാണ് ടീസർ ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും ഇരുവരും ഒന്നിച്ച് ക്ലിഫ് ഹൗസ് അങ്കണത്തിലൂടെ നടന്നു നീങ്ങുന്നതും നായയെ പരിപാലിക്കുന്നതുമായ ദൃശ്യങ്ങൾ വളരെ ലളിതവും എന്നാൽ ഹൃദ്യവുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളിലേക്കും ഈ അഭിമുഖം വിരൽ ചൂണ്ടുന്നുണ്ട്. തനിക്ക് ആക്ഷൻ സിനിമകളോടാണ് കൂടുതൽ താല്പര്യമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കുന്നു. രജനീകാന്ത് സിനിമകളെക്കുറിച്ചുള്ള മോഹൻലാലിന്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി അദ്ദേഹത്തിന്റെ ഗൗരവക്കാരനായ രാഷ്ട്രീയക്കാരൻ എന്ന പ്രതിച്ഛായയ്ക്ക് അപ്പുറമുള്ള ഒരു മുഖത്തെയാണ് കാണിക്കുന്നത്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറാണ് ഈ പരിപാടിയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നതെന്നതും ഇതിന്റെ ദൃശ്യ മികവിന് മാറ്റുകൂട്ടുന്നു. അഭിമുഖത്തിന്റെ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വൻകിട PR വർക്കിന്റെ ഭാഗമാണിതെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബോളിവുഡ് താരം അക്ഷയ് കുമാർ അഭിമുഖം ചെയ്തതിനോടാണ് പലരും ഇതിനെ ഉപമിക്കുന്നത്. സാധാരണക്കാരെ സ്വാധീനിക്കാൻ ജനപ്രിയ താരങ്ങളെ ഉപയോഗിക്കുന്ന അതേ തന്ത്രമാണ് പിണറായി വിജയനും പയറ്റുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നു. ഗാനഗോലുവിനെ പോലുള്ള വിദഗ്ധർ പ്രതിപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളും വലിയ ഏജൻസികളും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട്. സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്നതിലുപരി മുഖ്യമന്ത്രി ഒരു സോഫ്റ്റ് ഇമേജിൽ അവതരിപ്പിക്കാനാണ് ഇത്തരം അഭിമുഖങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭരണപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം ഇതിൽ ശ്രദ്ധേയമാണ്. മനോഹരമായ ടീസറാണ് കണ്ടത്, ഇത് നന്നായി പ്രചരിപ്പിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ ഉന്നം വെച്ചുള്ളതായിരുന്നു. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ അടുത്തിടെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പോയി കപ്പ കഴിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. ഇതിനെ പരിഹസിച്ചുകൊണ്ട് കപ്പ തിന്നുന്നത് പോലെയോ പന്ത് കറക്കുന്നത് പോലെയോ അല്ല ഇത് എന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം തരംതാണ PR വർക്കുകളല്ല, മറിച്ച് രണ്ട് പ്രഗത്ഭ വ്യക്തികൾ തമ്മിലുള്ള അന്തസ്സുള്ള സംഭാഷണമാണ് ഇരുവരും ലക്ഷ്യമിടുന്നതെന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. ഈ വിവാദങ്ങൾക്കിടയിൽ പഴയൊരു ചരിത്രം കൂടി കോൺഗ്രസ് അനുകൂലികൾ കുത്തിപ്പൊക്കുന്നുണ്ട്. 2011 ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇതേ പേരിൽ ഒരു അഭിമുഖം നടന്നിരുന്നു. കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് നടന്ന അഭിമുഖത്തിൽ മോഹൻലാൽ എത്തിയത് തന്റെ ഹിറ്റ് ചിത്രമായ സാഗറിലിയസ് ജാക്കിയിലെ ലുക്കിലായിരുന്നു. അന്ന് PRD തയ്യാറാക്കിയ അഭിമുഖം ഇത്രയേറെ വിവാദമായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയതും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും ഇപ്പോഴത്തെ ഇരുവർ പരിപാടിയിൽ വലിയ ചർച്ചയായി മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് മോഹൻലാൽ ഈ അഭിമുഖത്തിന് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. 2 ദിവസം കൊണ്ടാണ് ക്ലിഫ് ഹൗസിൽ ഇതിന്റെ ചിത്രീകരണം പൂർത്തിയായത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ചിത്രീകരണം നടന്നതെന്നും ഇതിന് പിന്നിലെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതവും രാഷ്ട്രീയ നിലപാടുകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് മോഹൻലാൽ ചോദിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും എക്കാലത്തും പരസ്പര പൂരകങ്ങളായി കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മുഖ്യമന്ത്രിയും സൂപ്പർ താരവും തമ്മിലുള്ള ഇത്രയും ദൈർഘ്യമുള്ള ഒരു അഭിമുഖം കേരള ചരിത്രത്തിൽ അപൂർവമാണ്. ഇത് വെറും ഒരു സംഭാഷണമാണോ അതോ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ നീക്കമാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും രാഷ്ട്രീയ ചേരിതിരിവുകൾക്കപ്പുറം മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒരേ വേദിയിൽ വരുന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുവർ അഭിമുഖത്തിന്റെ ടീസർ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പൂരമാണ് നടക്കുന്നത്. പ്രധാനമായും രാഷ്ട്രീയ എതിരാളികളും നിഷ്പക്ഷ നിരീക്ഷകരും ഈ PR നീക്കത്തെ പരിഹാസ രൂപേണയാണ് സമീപിക്കുന്നത്. പ്രധാന ട്രോൾ പ്രമേയങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷയ് കുമാർ അഭിമുഖം ചെയ്തപ്പോൾ പരിഹസിച്ച ഇടത് പ്രൊഫൈലുകൾ ഇപ്പോൾ പിണറായി മോഹൻലാൽ അഭിമുഖത്തെ പുകഴ്ത്തുന്നതിലെ വൈരുദ്ധ്യമാണ് പ്രധാന ട്രോൾ വിഷയം. കേരളത്തിലെ അക്ഷയ് കുമാർ എന്നാണ് പലരും മോഹൻലാലിനെ ട്രോളുകളിൽ വിശേഷിപ്പിക്കുന്നത്. മന്ത്രി P രാജീവ് കോൺഗ്രസ് നേതാക്കളെ പരിഹസിക്കാൻ ഉപയോഗിച്ച കപ്പ തിന്നുന്നത് പോലെയല്ല എന്ന പ്രയോഗം തിരിഞ്ഞുകുത്തുകയാണ്. ലാലേട്ടൻ ക്ലിഫ് ഹൗസിൽ വന്ന് കപ്പ തിന്നാഞ്ഞത് ഭാഗ്യമെന്ന രീതിയിലുള്ള തമാശകളും നിറയുന്നു. മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് മോഹൻലാൽ ചോദിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങളും സജീവമാണ്. പഴയ ഉമ്മൻചാണ്ടി മോഹൻലാൽ അഭിമുഖത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇതൊക്കെ ഉമ്മൻചാണ്ടി പണ്ടേ വിട്ടതാണെന്ന കോൺഗ്രസ് അനുകൂലികളുടെ ട്രോളുകളും ശ്രദ്ധേയമാണ്. മൊത്തത്തിൽ രാഷ്ട്രീയ ഗൗരവത്തെക്കാൾ ഉപരിയായി ഒരു സിനിമാ പ്രൊമോഷൻ സ്റ്റൈലിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചതിനെയാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളർമാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്.